मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അടിച്ചു പൊളിച്ചു തിമിർത്തു. തോത്താറാം തല്ല്. ഇവൻ എപ്പ എന്നെ കണ്ടാലും ഒന്ന് പറയാറുണ്ട്, വാവ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ, നന്നായിട്ട് കൊടുക്ക്. ഇനി ഇവൻ ഗ്രീൻ കളർ കണ്ട പേടിച്ചോടണം. നല്ല മൂ തന്നെയാണ്. എന്നാൽ എനിക്ക് പാർട്ടിക്ക് പോകേണ്ടതുണ്ട്. എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ്. ശരി, എന്നാ ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യാം, ഇന്ന് മുതൽ നീ തത്തകളെ ഒന്നിനെയും ശല്യപ്പെടുത്തരുത്. ഞാനിതാ സത്യം ചെയ്യുകയാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്നാ ശരി, നിന്നെ ഞങ്ങൾ വിട്ടേക്കാം. Wow, I am free. Let's party. അടിപൊളി. എന്തൊരു തല്ല. ഇതുപോലൊരു തല്ല് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കലക്ക് കേട്ടോ. എന്തായാലും അണ്ണനൊരു ഹീറോ തന്നെ, സംശയമില്ല. അല്ല, നീ ആരാ? ഞാനാ കിക്കിറ്റ്. എന്നെ അറിയാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല. ഞാനൊരു ചെറിയ നേതാവാ. ഓ പിന്നെ, നിന്നെ കണ്ടാലും പറയും. എന്നാ നിന്റെ നേതാവുകളി എന്നോട് വേണ്ട. എന്താ അണ്ണ, ഞാൻ എന്തോന്ന് നേതാവ്? അണ്ണനാണ് യഥാർത്ഥ നേതാവ്. മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി പോരാടുന്നില്ലേ? തത്തകളുടെ ഐശ്വര്യത്തിന് വേണ്ടി അങ്ങ് പാടുപെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് നേതാവാകണം. വേണ്ട വേണ്ട, തോത്താറാം പൊളിറ്റിക്സിലേക്ക് പോവേണ്ട ആവശ്യമില്ല. നീ ഒന്നും മിണ്ടാതിരിക്കടേ. രാഷ്ട്രീയക്കാരനായെങ്കിലേ നമുക്ക് എന്തും നേടാനാവൂ. ആലോചിച്ച് നോക്ക്, ഇപ്പൊ തന്നെ എന്തൊക്കെ ചെയ്യുന്നു. പവറും കൂടെ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും. പക്ഷെ തോത്താറാം എങ്ങനെയാണ് നേതാവാകുക? തോപ്പി വെച്ചാ മതി. ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഞാൻ തോപ്പി വെപ്പിച്ച് ഒരുപാട് പേരെ നേതാവാക്കിയിട്ടുണ്ട്. അണ്ണനൊന്ന് മൂളിയാ മതി. മൂളിയല്ലോ, അണ്ണൻ മൂളി കഴിഞ്ഞു. നീ എന്തായാലും അണ്ണൻ തന്നെയാണ് ഇവിടുത്തെ നേതാവ്. ഞാൻ നേതാവാൻ പോവുകയാ. തോത്താറാമേ, ഈ ചതിയിൽ വീഴരുത്. എന്ത് ചതി? മന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ചെയ്യാലോ. ശരിയാണ്. ഇന്ന് പത്രിക സമർപ്പിക്കൂ, നാളെ പ്രചരണം തുടങ്ങൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ അണ്ണൻ തന്നെയാണ് നേതാവ്. അതേനെ, ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. അല്ല എടാ കിക്കിറ്റേ, എന്താണ് ഇതെന്താടാ എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെയല്ല, എല്ലാവർക്കും ഞാൻ എല്ലാം ചെയ്യും. അതിനല്ലടേ ഞാൻ നേതാവായതാ. എല്ലാം കൊള്ളാം, പക്ഷെ ഒറ്റ കാര്യം, അങ്ങയുടെ ഭാഷ മാത്രമാണ് ചെറിയൊരു പ്രശ്നം. ഇത് വാങ്ങിച്ചോ, എന്നിട്ട് ഒന്നോർത്തോ, ചിലവാക്കാനുള്ള കാശ്, രുചിക്കാനുള്ള കാണ്ടി. നിങ്ങളുടെ വോട്ട് അണ്ണന് ഗ്യാരണ്ടി. ഇതാ വാങ്ങിച്ചോ ചേട്ടാ, വാങ്ങിച്ചോ ചേട്ടാ, ചേട്ടന് മേടിച്ചോ. ഇന്നാ ഇത് കോഴയല്ലേ? ഇത് ഗിഫ്റ്റ് ആണ് ബ്രോ, ഗിഫ്റ്റ്. അതെ, നിങ്ങളുടെ എല്ലാവരുടെ വോട്ടും എനിക്ക് തരണം. ഞാൻ വിനീതനായി ചോദിക്കുകയാണ്. ആണോ? എന്തിനാ എപ്പോഴും വിനീതനായി ചോദിക്കുന്നു എന്ന് പറയുന്നത്? പാവപ്പെട്ടവരാണ്, പറയേണ്ടതുപോലെ പറഞ്ഞാലേ വോട്ട് കിട്ടൂ. അപ്പൊ എന്താ പറയാ? വലിയ വലിയ കാര്യങ്ങൾ പറയണം. പറയുന്ന കാര്യങ്ങളിൽ അവര് വീഴണം. സൗജന്യമായി കരണ്ട്, വെള്ളം, ഇന്റർനെറ്റ് എല്ലാം തരാമെന്ന് പറയണം. അണ്ണൻ പറയുന്ന കള്ളങ്ങളെല്ലാം അവര് വിശ്വസിക്കണം. അങ്ങനെ മാത്രമേ പറയാവൂ. അതെ അതെ, ഞാൻ നിങ്ങളുടെ വീട് നിറയുന്നത് വരെ വെള്ളം തരാം. 24 മണിക്കൂറും കറണ്ട് തരാം. സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ വെച്ച് തരാം. ചന്തകൾ ഞാൻ അടപ്പിക്കാം. എന്റെ അണ്ണ, ചന്തയല്ല കരിഞ്ചന്ത. ബ്ലാക്ക് മാർക്കറ്റിംഗ് നശിപ്പിക്കുമെന്ന് പറയണ്ട അണ്ണ. തോത്താറാമേ, എന്തിനാ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? രാഷ്ട്രീയമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. ഇവൻ കള്ള നേതാവാണ്. ഞാൻ പറയുന്നത് കേക്ക്. അതെ അതെ, ഞാനൊന്ന് പറയട്ടെ. എടാ, എന്താ നോക്കി നിൽക്കുന്നത്? തിരിച്ചതല്ലടാ. ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? നിർത്തടാ. നിങ്ങളൊന്ന് ശാന്തരാകോ? എടോ, ഇവിടെ ആരടാ തോത്താറാം? എടോ,
തന്റെ കണ്ണിനകത്ത് എന്താടോ കുമ്പളങ്ങ കയറ്റി വെച്ചിട്ടുണ്ടോ? അണ്ണൻ ആരാണെന്ന് അറിയില്ല നിനക്ക്? എടാ ഞാൻ ഈ ഏരിയയുടെ ഗുണ്ടയാണ്. ഞങ്ങളുടെ നേതാവ് ഇങ്ങോട്ട് അയച്ചത്. തോത്താറാം അടങ്ങിയിരിക്കണം. അതിനിപ്പോഴും അടങ്ങിയല്ലേ ഇരിക്കുന്നത്? എടാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത്. അതിന് അദ്ദേഹം 2 സർബത്ത് തരും. സർബത്ത് ഞങ്ങളുടെ പക്കലുമുണ്ട്. മാഡം വാങ്ങിച്ചോണ്ട് വന്നതാണ്. അതല്ലടാ മരമണ്ട. 2 സർബത്ത് എന്ന് വെച്ചാൽ 2 കോടിയാ. അതെ, സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്ത് ചെയ്യുമെന്നോ? അണ്ണനെ അടിക്കാൻ നോക്കുന്നോ? അണ്ണനെ അടിക്കാൻ നോക്കുന്നോ? എടാ നിന്നെ നിന്റെ പണി ഞാൻ എന്നെ തീർക്കൂടാ. നിക്കാതെ പറഞ്ഞു എന്നെ എടാ ജിമ്മിനെ എന്തിനാ നശിപ്പിക്കുന്നത്? എന്താടാ ഇത്? എന്റെ ജിം നശിപ്പിച്ചല്ലോ. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മറ്റൊരു ജിം ഉണ്ടാക്കാം. നീ ആവശ്യമില്ലാതെ തോത്താറാമനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. തോത്താരാം, ഈ നേതാവൊന്നും നിനക്ക് പറ്റിയ പണിയല്ല. സംശയമുണ്ടോ? കണ്ടില്ലേ ജിമ്മിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയായി? ഈ ഗുണ്ടചമയക്കവും ഈ അടിപിടിയും ആവശ്യമില്ലാതെ ഇതൊക്കെ എന്തിനാണ്? എനിക്ക് നേതാവാകണം. കാരണം ഞാൻ എല്ലാരെയും സഹായിക്കാൻ ആഗ്രഹിക്കണ. അതാണ് ശരി. നല്ല നേതാവായി മാറണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. സംശയമുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാ ഞങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യേ. അടിപൊളി ഐഡിയ ആണ്. അണ്ണൻ തൂത്തുവാരുന്ന ഒരു ഫോട്ടോ എടുത്തിടാം. ഫോട്ടോ എടുക്കാനല്ല, നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. തുടങ്ങിക്കോ. അണ്ണ അങ്ങേ പോലുള്ള ആൾക്കാർക്ക് ഇത് പറ്റിയ പണിയല്ല. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ. എന്താണ് ഇത്? വല്ലാത്ത നാറ്റമാണല്ലോ. ഇനി ഒരു നാറ്റം അടിക്കില്ല. തുടങ്ങിക്കോ. അണ്ണ എന്തായി കാണിക്കുന്നത്? എന്റെ ജീവൻ അണ്ണൻ എടുക്കുമെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എന്തിനാ ഈ വെയിലത്ത് വ്യായാമം ചെയ്യുന്നത്? ഇന്നു മുതൽ നിങ്ങൾ എന്റെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യണം. ഈ കുട്ടികളെ കൊണ്ട് അതിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അണ്ണ അണ്ണൻ ഇങ്ങനെ താന്നു പോയാൽ എങ്ങനെയാ? പോയിന്നടാ, വേഗം പോയി കൊള്ളയടിക്ക്. മര്യാദക്ക് കാശെടുക്കടാ. കാശൊന്നും ഇല്ലല്ലോ സാറേ. ആ വാച്ച് ഇങ്ങോട്ട് എടുക്ക്. ഇത് വെച്ചോളൂ, തല്ലരുത്. ഇന്ന് പിടിച്ചോ. ഈ ഗുണ്ടകൾ കടക്കാർക്ക് വല്ലാതെ ശല്യം കൊടുക്കുന്നുണ്ട്. ഇവരെ ഒന്ന് നന്നാക്കിയേ മതിയാകൂ. സംശയമുണ്ടോ? ഇത് ശരിയാ. ഇവന്മാരെ ഇടിച്ചു പരത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. നല്ല നേതാക്കന്മാർ ഒരിക്കലും തല്ലുകൂടുകയില്ല. പിന്നെ എന്താ ചെയ്യുക? നിരാഹാര സമരം. എടാ കൂട്ടുകാരാ, ബന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസം 5 കഴിഞ്ഞു. ഇന്നാ മോനെ ഇതൊന്ന് കുടിക്കേ. അതെ അണ്ണ, കുടിച്ചോ. സ്നേഹത്തോടെ തരുമ്പോ ഒന്നും വേണ്ടാന്ന് പറയരുത്. ഇല്ല, തോത്താറാം ഒന്നും തന്നെ കഴിക്കുകയില്ല. ഇനി നിരാഹാരം കിടക്കേണ്ട ഒരു ആവശ്യവുമില്ല. പോലീസുകാർ എല്ലാ ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നീ വളരെ നല്ല നേതാവ് തന്നെയാണ്. ദൈവം നിനക്ക് തീർച്ചയായിട്ടും നല്ലതേ വരുത്തൂ. ഇന്നത്തെ എല്ലാ പത്രത്തിലും നിന്റെ ന്യൂസ് ആണ് തോത്താറാം. നീ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നേതാവായി. സംശയമുണ്ടോ? തോത്താറാം സാറേ, റോഡ് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങ് വന്ന് അതൊന്ന് തുടങ്ങി വെക്കാമോ? എന്റെ അമ്മയുടെ പെൻഷൻ ഇതുവരെ കിട്ടിയില്ല. ഒന്ന് വന്ന് അത് വാങ്ങിത്തരുമോ? കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ മാൾ പണിയുകയാണ്. വരൂ, മരണം വരെ അങ്ങ് നിരാഹാരം ഇരിക്കണം. മരണം വരെ നിരാഹാരമോ? എന്തുവാണ് ഇതൊക്കെ? രാവു മിണ്ടാതിരിക്കെ. ഇന്ന് എല്ലാരും പോയിട്ട് നാളെ ഇങ്ങോട്ട് വന്നാ മതി. ഇപ്പൊ എല്ലാരും കൂടെ വീട്ടിലേക്ക് പോകാൻ നോക്കേ. എന്റെ പണി തീർന്നു. നീ എന്താടാ പറഞ്ഞത് കിട്ടിക്കിട്ടേ? എനിക്ക് നേതാവൊന്നും ആകണ്ട.
ടെൻഷൻ ആവണ്ടണ്ണ. അണ്ണൻ എന്താവണോന്ന് പറ, അത് ഞാൻ ആക്കി തരാം. നിന്നെ പോലെ ഉള്ളവരാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. നിക്കടാ അവിടെ. ഒന്നും ചെയ്യില്ലേ? നിക്ക. അയ്യോ, ഞാൻ അവിടെ നിക്ക. വേണ്ട, എന്നെ വേണ്ട, ഇന്ന് ഞാൻ വേണ്ട, ശരിയാക്കും. വേണ്ട, നിക്കടാ വേണ്ട. അവിടെ.